അങ്ങനെ മേയറും ഭർത്താവായ എംഎൽഎയും കൂടി കെട്ടിച്ചമച്ച കള്ളക്കഥ ഒരു സിസിടിവി ദൃശ്യം പുറത്തു വന്നതോടെ പൊളിയുകയാണ്. കാർ ഇടതുവശത്തുകൂടെ ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നതും കൂടാതെ സീബ്ര ലൈനിൽ കാർ പാർക്ക് ചെയ്ത് ബസിന്റെ ട്രിപ്പ് മുടക്കിക്കൊണ്ട് ബസ് ഡ്രൈവറായ യദുവിനെ പരസ്യ വിചാരണ ചെയ്യുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം രാത്രി പാളയത്ത് വെച്ചായിരുന്നു തിരുവനന്തപുരം മേയറും കെഎസ്ആർടിസി ഡ്രൈവറും തമ്മിൽ നടുറോഡിൽ വാക്കേറ്റമുണ്ടായത്. മേയറും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎയും കുടുംബവും സഞ്ചരിച്ച കാറിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയായിരുന്നു തർക്കം. പ്ലാമൂട് വെച്ച് ആദ്യം ബസ് കാറിനെ ഇടിക്കുന്ന രീതിയിൽ ഓടിച്ചെന്നും പിന്നാലെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചെന്നുമാണ് മേയറുടെ പരാതി. ആര്യ രാജേന്ദ്രന്റെ പരാതിയിൽ കെഎസ്ആർടിസി ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം കാർ ബസ്സിന് കുറുകെയിട്ട് ട്രിപ്പ് മുടക്കിയെന്ന് മേയർക്കെതിരെയുള്ള പരാതിയിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. ഡ്രൈവറുടെ പരാതിയിൽ കഴമ്പില്ലെന്ന നിലപാടിലാണ് പോലീസ്. എന്നാൽ കഴമ്പുള്ളതായാണ് പരാതിയെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഏതായാലും നഗരമധ്യത്തിൽ റോഡിന് കുറുകെ കാറിട്ട് അധികാരം കാട്ടുകയായിരുന്നു ജനപ്രതിനിധികൾ. പട്ടം മുതൽ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ മേയർക്ക് ഫോണിൽ പോലീസ് കൺട്രോൾ റൂമിൽ അറിയിക്കുകയും ചെയ്യാം. അതൊന്നും മേയർ ചെയ്തിട്ടില്ല. പകരം പരസ്യ വിചാരണ ചെയ്യുകയും ചെയ്തു. അതിനിടെ രാത്രിയിൽ മേയറുടെ കാർ ബസ്സിന് കുറുകെ ഇട്ടത് മൂലം പല വാഹനങ്ങളും പെട്ടുവെന്നതാണ് വസ്തുത. കുറേയധികം സമയം തിരുവനന്തപുരത്തെ പ്രധാന റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയത് ഇതിനുശേഷം പോലീസ് എത്തി ഡ്രൈവറെ കൂട്ടിക്കൊണ്ടുപോയി. ഉടൻ തന്നെ പരാതി എഴുതി നൽകി. എന്നാൽ പോലീസ് അത് സ്വീകരിച്ചില്ല. എഴുതിയ പരാതി അപ്പോൾ തന്നെ ഡ്രൈവർ മൊബൈലിൽ ഫോട്ടോ എടുത്തു. ഈ ഫോട്ടോ എടുത്ത സമയം നോക്കിയാൽ പരാതി ഡ്രൈവർ എഴുതിയിരിക്കുന്നുവെന്നതും വ്യക്തമാണ്. വാഹനം തടഞ്ഞു നിർത്താൻ ആർക്കും അധികാരമില്ല. വാഹനം അമിത വേഗത്തിൽ പോയാൽ അപ്പോൾ തന്നെ പരാതിക്കാരന് പോലീസിനെ അറിയിക്കാം. ഇതിനായി കൺട്രോൾ റൂം നമ്പറുണ്ട്. ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്ന പരിശോധനയും പോലീസ് നടത്തിയതായി സൂചനയുണ്ട്. എന്നാൽ ഇപ്പോൾ ഡ്രൈവർ ലഹരി ഉപയോഗിച്ചുവെന്ന് മേയർ പറയുന്നു. പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ കെഎസ്ആർടിസി ബസ്സിന് കുറുകെ കാറിട്ടുകൊണ്ട് കെഎസ്ആർടിസി ഡ്രൈവറോട് സംസാരിക്കുന്ന സിസിടിവി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സീബ്ര ലൈനിന് മുകളിലായാണ് മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ചിരുന്ന കാർ ഇട്ടിരിക്കുന്നതെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പ്ലാമൂട് PMG റോഡിൽ ബസ്സും കാറും സമാന്തരമായി വരുന്നതും ദൃശ്യങ്ങളുണ്ട്. സൈഡ് തരാത്തതിനെ ചൊല്ലി അല്ല തർക്കമുണ്ടായതെന്നും ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചത് ചോദ്യം ചെയ്തെന്നുമാണ് ആര്യ രാജേന്ദ്രന്റെ വിശദീകരണം. കെഎസ്ആർടിസി ബസ് തങ്ങൾ സഞ്ചരിച്ച കാറിൽ തട്ടുമെന്ന നിലയിൽ കടന്നുപോയി. ഇതിന് പിന്നാലെ താനും സഹോദരന്റെ ഭാര്യയും പിറകിലെ ഗ്ലാസിലൂടെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഡ്രൈവർ ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിക്കുകയായിരുന്നുവെന്നാണ് മേയർ മാധ്യമങ്ങളോട് പറഞ്ഞത്.